ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറുതുരുത്തി കേരള കലാമണ്ഡലം റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കേരള കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ നിരവധി തവണ അധികൃതരോട് വർഷങ്ങളായി ഉന്നയിച്ചിട്ടും നടപ്പിലാവാത്തതിനെ തുടർന്ന് കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കലാമണ്ഡലത്തിന് മുൻപിൽ അവകാശ ദിനം ആചരിച്ചുകൊണ്ട് പ്രകടനവും ധർണയും നടത്തി. കലാമണ്ഡലം ഓഫീസിൽ നിന്നും വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി തിരിച്ച് പ്രകടനമായി വന്ന് കലാമണ്ഡലത്തിന് മുൻപിൽ ധർണ ആരംഭിച്ചു. യൂണിയൻ പ്രസിഡന്റും കലാമണ്ഡലം റിട്ടയർഡ് പ്രിൻസിപ്പൽ എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. 70-90 വർഷത്തെ പാരമ്പര്യമുള്ള കലാമണ്ഡലത്തിന് മുമ്പിൽ വെള്ളത്തോട് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലെ ആശാന്മാരുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഈ വിശ്വോത്തരമായ സ്ഥാപനം നിരവധി കാലം ജോലി ചെയ്ത് അവർക്ക് അർഹപ്പെട്ട പെൻഷൻ, കമ്മ്യൂട്ടേഷൻ, TCRG തുടങ്ങിയ ലഭ്യമാവേണ്ട പരിഷ്കരണങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഈ കലയോടും സ്ഥാപനത്തോടും ജീവനക്കാരോടും കലാകാരന്മാരോടും ചെയ്യുന്ന അനീതിയാണ്. ഇത് കണ്ടില്ല നടിക്കുന്നത് ഭരണാധികാരികൾ മുഖം മറച്ചിരിക്കുന്ന പോലെയാണ്. തീർച്ചയായും ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് ഈ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഞങ്ങൾ അനിശ്ചിതകാല സമരം തന്നെ ആയി മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ധാരാളം പരിചയങ്ങളുണ്ട് അത്തരം സമരം. സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിവേഴ്സിറ്റി ആയതിനു ശേഷം 2011 വരെ തന്നില്ല എന്ന് മാത്രമല്ല, 2011 മാർച്ചിലാണ് UGCയുടെ 5ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അപ്പോഴാവട്ടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 2010-ൽ 2006 പ്രാബല്യത്തോടു കൂടി 6ാം പദ്ധതി 6ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി കഴിഞ്ഞു. ഞങ്ങൾക്ക് 2011-ൽ അനുവദിച്ച ഉത്തരവ് 2012 മാർച്ച് മുതലാണ് നടപ്പിലാക്കിയത്. ഇതുമൂലം 96 മുതൽ 2005 ഡിസംബർ വരെയുള്ള ശമ്പള സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരന് ലഭിക്കുന്ന DCRGയും കമ്പ്യൂട്ടേഷൻ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ വിവിധ പ്രാവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയും ഇതിന് പരിഹാരം നേടുകയും ചെയ്യും. എന്നാൽ സർക്കാർ ഞങ്ങളോട് അനങ്ങാപ്പാറ നയമാണ്. 6ാം ശമ്പള പ്രശ്നം തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ 9 ദിവസം സമരം ചെയ്തപ്പോഴാണ് 6ാം ശമ്പള പ്രശ്നം ഞങ്ങൾക്ക് അനുവദിച്ചത്. അനുവദിച്ചതാവട്ടെ 2032/2021 ഉത്തരവിലൂടെ 2020 ഒക്ടോബർ മുതലാണ് അതിന് പ്രാബല്യം തന്നത്. അതിൻ്റെ കുടിശ്ശിക. എന്നാൽ 2007 ജൂൺ മുതൽ 2020 സെപ്റ്റംബർ വരെയുള്ള അരിയർ ഞങ്ങൾക്ക് നിഷേധിക്കുകയാണുണ്ടായത്. PV ഈശ്വരനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. M. കൃഷ്ണകുമാർ സ്വാഗതവും PN ഗിരിജ നന്ദിയും അർപ്പിച്ചു. UGC 6-7 ശമ്പള പരിഷ്കരണങ്ങളിലെ അനോമലി പരിഹരിച്ചു കിട്ടുന്നതിന് നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ പ്രസ്തുത നിവേദനത്തിന്മേൽ സർക്കാരിൽ നിന്നും നാളിതുവരെ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് CCV.